വൃദ്ധനെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ പോലീസ് കസ്റ്റഡിയിൽ. ഞായറാഴ്ച വൈകിട്ടാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്കിലെ പുതുപ്പറമ്പിൽ വീട്ടിൽ 65 വയസ്സുള്ള മോഹനനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ അയൽവാസികൾ കാണുന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് ഭാഗത്ത് താമസിക്കുന്ന പുതുപ്പറമ്പിൽ വീട്ടിൽ മോഹനൻ 65-നെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. മകൻ വിഷ്ണുവും മോഹനന്റെ ഭാര്യ കുമാരിയും ചേർന്ന അയൽവാസികളെ ഈ സമയം ഫോണിൽ വിളിച്ച് അച്ഛന് എന്തോ സംഭവിച്ചു, അനക്കമില്ല എന്നാണ് ഇവർ പറഞ്ഞത്. തുടർന്ന് അയൽവാസികൾ അവിടെ എത്തുകയും ചെയ്തു. ഈ സമയം മേസ്തിരിപ്പണി ചെയ്യുന്ന മോഹനൻ വെള്ളമുണ്ടെടുത്താണ് കട്ടിലിൽ മരിച്ച നിലയിൽ ആളുകൾ കാണുന്നത്. എന്നാൽ ഇതുവരെ ഇങ്ങനെ വെള്ളമുണ്ടെടുത്ത് മോഹനനെ പ്രദേശവാസികൾ കണ്ടിട്ടുമില്ല. ഇതുകൊണ്ട് തന്നെ സംശയം നിലനിന്നിരുന്നു. പിന്നീട് മോഹനനെ കിടത്തിയിരിക്കുന്ന കട്ടിലിന്റെ ഭാഗത്ത് രക്തം വാർന്നു കിടക്കുന്നത് കാണുകയും തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് സ്ഥലം ബന്ദോബസ്ത് ചെയ്തു. തിങ്കളാഴ്ച ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അയക്കുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ട മോഹനന്റെ മകൻ വിഷ്ണുവിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാൾ കഴിഞ്ഞ 2 ദിവസമായി പൂർണ്ണമായും മദ്യലഹരിയിലാണ്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും കൂടുതലായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ മരണകാരണം ഉൾപ്പെടെ വ്യക്തമാവുകയുള്ളൂ. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വരേണ്ടതുണ്ട്. മകൾ ധന്യയും മറ്റു ബന്ധുക്കളും ചേർന്നാണ് മോഹനന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.